ലാമിൻ യമാലിനെ കുറിച്ച് ഒരു പൊതു സംസാരമുണ്ട്. അദ്ദേഹം ലയണൽ മെസ്സിയെ പിന്തുടരുന്ന ഒരു ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരമായിട്ട് ബാഴ്സയിലെത്തിയ ആളാണ്, അല്ലെങ്കിൽ മെസ്സിയുടെ അതേ ശൈലി തന്നെ പിന്തുടരുന്ന ആളാണ് എന്നുള്ളൊരു പൊതു സംസാരം ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് അല്ലേ. മെസ്സിയുമായിട്ടുള്ള ഒരുപാട് കമ്പാരിസന് അദ്ദേഹവും മെസ്സിയും തമ്മിലുള്ള ഒരുപാട് കമ്പാരിസന് ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. മെസ്സിയുടെ അതേ ലെവലിൽ തന്നെയാണ് യമാൽ പോകുന്നത് എന്നുള്ള ചർച്ചകൾ സജീവമായിട്ട് അദ്ദേഹം എന്ന് പേരെടുത്ത് തുടങ്ങിയോ, അതായത് സ്പെയിനിൽ അതുപോലെ ബാഴ്സയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് നിരന്തരമായിട്ട് വരുന്നതും, അല്ലെങ്കിൽ അദ്ദേഹം ബെറ്ററായിട്ട് പെർഫോം ചെയ്യണതൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾക്ക് ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിലൊക്കെ വന്ന് തുടങ്ങിയ സമയം മുതൽ മെസ്സിയുമായിട്ടുള്ള കമ്പാരിസന് ലാമിൻ യമാലിന് വന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ അഡിഡാസിന് നൽകിയിട്ടുള്ള ഒരു ഇവൻറ്റിന് ലയണൽ മെസ്സിയോട് അവർ ചോദിച്ച ഒരു ചോദ്യത്തിന് മെസ്സി നൽകിയ ഒരു മറുപടി, അതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ ഫുട്ബോൾ ഫാൻസൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് മെസ്സിയോട് ചോദിച്ചത് ഇങ്ങനെയാണ്: നിലവിലിപ്പോൾ ഫുട്ബോളിലുള്ള ഒരുപാട് യുവതാരങ്ങൾ, അവരിൽ താങ്കളുടെ ഒരു ലെവലൊക്കെ ഏകദേശം ഉള്ള ഒരു താരം ആരാണ് എന്നൊക്കെയുള്ളൊരു ചോദ്യത്തിന് ലയണൽ മെസ്സി നൽകിയിട്ടുള്ള ഒരു മറുപടി ഇങ്ങനെയാണ്: ഒരുപാട് യുവതാരങ്ങളുണ്ട്, കഴിവുകൾ തെളിയിക്കുന്ന ഒരുപാട് യുവതാരങ്ങൾ അവരുടെ ഫുട്ബോളിലുണ്ട്. പക്ഷേ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ മറുപടി തരികയാണെങ്കിൽ ഞാൻ ആ പേരെടുത്ത് പറയുക ലാമിൻ യമാലിനെ കുറിച്ചാണ് എന്നാണ്. അതായത് മെസ്സി തന്നെ പറഞ്ഞു, എൻ്റെ ആ ഒരു ശൈലിയിൽ, അല്ലെങ്കിൽ ഞാൻ കളിക്കുന്ന ഞാൻ കളിച്ചിരുന്ന ആ പ്രായത്തിൽ അദ്ദേഹം കാണിച്ചിരുന്ന ആ ഒരു പ്രകടനം ഇപ്പം നിലവിൽ ഫുട്ബോളിൽ കാണിക്കുന്ന ഒരു വ്യക്തി ലാമിൻ യമാലാണ് എന്നാണ് ലയണൽ മെസ്സി മറുപടി പറഞ്ഞത്. ഈ ആളുകളുടെ ഈ ഒരു കമ്പാരിസന് ഏറെക്കുറെ ശരിയാണ് എന്നുള്ള ഒരു പ്രസ്താവന മെസ്സിയുടെ ഭാഗത്തു നിന്ന് യമാലിനെ സപ്പോർട്ട് ചെയ്തിട്ട്, അതായത് യമാൽ തന്നെയാണ് ഞാൻ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പെർഫോം ചെയ്ത ലെവലിൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്നത് എന്നാണ് ലയണൽ മെസ്സി അഡിഡാസിന് കൊടുത്തിട്ടുള്ള ഇവൻറ്റിൽ പറഞ്ഞത്. അതുപോലെ തന്നെ മെസ്സി ലാമിൻ യമാലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് കൺസിസ്റ്റൻസിൻ്റെ കാര്യം. എത്ര കാലം അദ്ദേഹത്തിന് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിലാണ് കാര്യം. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ലെവൽ പോകുകയാണെങ്കിൽ അദ്ദേഹം അതുപാടെ നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് മെസ്സി കൂട്ടിച്ചേർത്തത് അതുമായി ബന്ധപ്പെട്ട്. ഏതായാലും യമാൽ സ്പെയിനിലാണെങ്കിലും ബാഴ്സയുടെ ആണെങ്കിലൊക്കെ നെടുന്തൂണായി മാറി ഈ ഒരു ചെറിയ ഏജിലും കഴിഞ്ഞ വാലണ്ടിയോറിൻ്റെ ചടങ്ങിൽ മികച്ച യുവതാരത്തിനുള്ള അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങി. അങ്ങനെ നേട്ടങ്ങൾ ഒരുപാട് ഈ ഒരു ഏജിൽ തന്നെ കൊയ്തു തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ലയണൽ മെസ്സിയോട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ മെസ്സിയുടെയൊക്കെ ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിൽ മെസ്സി കളിച്ച ലെവലിൽ കളിച്ചിരുന്ന താരം ഇപ്പോൾ നിലവിൽ ആരാണ് ഫുട്ബോൾ ലോകത്ത് എന്നുള്ള ചോദ്യത്തിലാണ് മെസ്സി യമാലിൻ്റെ പേര് എടുത്തു പറഞ്ഞത്.